17ാമത്തെ വയസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ യൗവനയുക്തനായ VSനെ കണ്ടുപരിചയിച്ചവർ മുതൽ 2019 ശേഷം അദ്ദേഹത്തെ കാണാത്തവർ വരെയുള്ള തലമുറകൾ ഈ അന്തിമയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ തിരുന്ന VS അപ്പൂപ്പൻ പോകുന്നത് നോക്കിക്കാണുന്ന കുഞ്ഞു കണ്ണുകൾക്കറിയില്ല ചരിത്രമാണ് കൺമുന്നിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത്. പക്ഷേ നാളുകൾ അടയാളപ്പെടുത്തും അന്നു കണ്ടയാൾ ഈ പുതിയ ലോകത്തിന്റെ സൃഷ്ടാക്കളിൽ ഒരാളായിരുന്നു എന്നുള്ളത്, പുതിയ കാലത്തിന്റെ സ്വാതന്ത്ര്യങ്ങളുടെ ശില്പിയായിരുന്നു എന്നുള്ളത് നാളെ ഒരു പക്ഷേ അവരുടെ ഓർമ്മകളിലേക്ക് അഭിമാനബോധത്തോടെ തിരച്ചെത്തും. മാർഷൽ വി സെബാസ്റ്റ്യൻ നമ്മളോടൊപ്പമുണ്ട്. മാർഷൽ, വിജയങ്ങൾ മാത്രമായിരുന്നില്ല VSനെ അടയാളപ്പെടുത്തിയത്. ഇപ്പോൾ പാർലമെന്ററി പാർട്ടി തെരഞ്ഞെടുപ്പിലെ പരാജയം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, പാർലമെന്ററി രാഷ്ട്രീയത്തിലെ പരാജയം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനപ്പുറത്തേക്ക് VSന് രാഷ്ട്രീയമായ പാർട്ടിക്കുള്ളിൽ തന്നെ ഏറെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്, പലത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, അച്ചടക്കലംഘനങ്ങൾ എണ്ണിപ്പറയപ്പെട്ടിട്ടുണ്ട്, വാർത്താ സമ്മേളനം വിളിച്ചു തിരുത്തപ്പെട്ടിട്ടുണ്ട്, തിരുത്തണമെന്ന നിർബന്ധം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ VS പറയുമ്പോഴും അതിലൊരു ശരിയുടെ പക്ഷം VSനൊപ്പമുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വാക്കുകൾ VSന് ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ പലത് ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹം ക്രൂരമായ മർദ്ദനവും തൂക്കുകയറും നേരിട്ട് എതിരേറ്റ് വെല്ലുവിളിച്ച് വന്ന ഞങ്ങളെ ഇതൊന്നും പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ല എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പരാജയം ഭക്ഷിച്ചു ജീവിച്ച മനുഷ്യനാണ് VS എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വിജയൻ മാഷാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. പക്ഷേ അത് പരാജയം രുചിച്ചു മാത്രം ജീവിച്ച നേതാവ് എന്നുള്ളതല്ല, പരാജയം ഭക്ഷിക്കുമ്പോഴും അതിൽ നിന്ന് പുറത്തേക്ക് ഊർജം പ്രവഹിക്കാൻ കഴിയുന്ന, പോരാടാൻ കഴിയുന്ന നേതാവ് എന്ന നിലയ്ക്ക് കൂടി വായിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ VSൻ്റേത് അവസാനിക്കാത്ത ഊർജപ്രവാഹമായിരുന്നു ഏതു കാലത്തും ഏത് രാഷ്ട്രീയ സംഘങ്ങളിലും. തീർച്ചയായിട്ടും അത് ഒരു നൂറ്റാണ്ടിൻ്റെ സമരചരിത്രം VS എഴുതി ചേർക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തെ സമരങ്ങളിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും കേരളത്തിൻ്റെ സമൂഹത്തെ പ്രത്യേകിച്ച് അധസ്ഥരായവരെ, കർഷക തൊഴിലാളികളെ, കയർ തൊഴിലാളികളെ ഇവരെയെല്ലാം സംഘടിപ്പിക്കുവാനും മുന്നോട്ട് കൊണ്ടുവരാനും വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു ജീവിതം എന്ന നിലയിൽ വേണം നമ്മളെപ്പോഴും VSനെ അടയാളപ്പെടുത്തുവാൻ. അതുകൊണ്ട് തന്നെ VS എന്ന സമരമരം അല്ലെങ്കിൽ VS എന്ന സമരായുധം ഒരു നൂറ്റാണ്ടിലൂടെ പോരാടി അതിനുശേഷം ഇതാ കടന്നു പോകുമ്പോൾ അത് സ്വാഭാവികമായും ഒരു നാട്ടിൽ സൃഷ്ടിക്കുന്ന അലയൊലികളുണ്ടാകും. അതിൻ്റെ ഒരു തുടർച്ച നേരത്തെ മാധു സൂചിപ്പിച്ച ഉൾപാർട്ടി രാഷ്ട്രീയങ്ങളിലെല്ലാം തന്നെ ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി പിന്തുടരുന്ന VSനെ പോലെ മഹാനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം പരാജയമോ വിജയമോ അല്ല, പോരാട്ടം മാത്രമാണ് അന്നും ഇന്നും മുന്നോട്ടുള്ളത്. എന്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്? എല്ലാവരും ഉണ്ടുറങ്ങുന്ന ഒരു കാലം സ്വപ്നം കണ്ടുപോകുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താരീതികളുടെ അടിസ്ഥാനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതമാണ്. അതിൽ പരാജയമോ വിജയമെന്നുള്ള പോരാട്ടം നടത്തുക എന്നുള്ളതാണ്. എല്ലാവർക്കും തുല്യനീതിയും എല്ലാവരും തുല്യരായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടിയായിരുന്നു VS ശ്രമിച്ചത്. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ വേണം അദ്ദേഹത്തെ കാലം ചരിത്രം അങ്ങനെ എഴുതപ്പെടേണ്ടത് എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇനിയും ഇപ്പോൾ 5 മണിക്കൂറോളം എടുക്കാൻ പോകുന്നു. ഇതുവരെ തലസ്ഥാന നഗരാതിർത്തി പിന്നിട്ടിട്ടില്ല VSൻ്റെ വിലാപയാത്ര. ഇനിയും അത് കടന്നു വരാനുള്ളത് കഴക്കൂട്ടത്തേക്കാണ്. അതിനുശേഷം ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് കണിയാപുരമാണ്. കണിയാപുരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിൽക്കുന്നവർക്ക് അദ്ദേഹം കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ടുള്ള നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കയർ നൽകണം എന്നുള്ള ആഗ്രഹവുമായി നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരെയാണ് നമ്മളിവിടെ കണ്ടത്. എന്ന് മാത്രമല്ല നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ടി മണിക്കൂറുകളായിട്ട് ഇവിടെ കാത്തു നിൽക്കുകയാണ്. പഞ്ചായത്തിലേക്ക് ഒരു 2 പഞ്ചായത്ത് മാർഷൽ ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിന് മുന്നിലേക്ക് വിലാപയാത്ര എത്തുകയാണ്. ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ കോട്ട എന്നുകൂടി വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇടമാണ്. നൂറുകണക്കിന് ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. VS ഏറ്റവും ചടുലതയോടുകൂടി സംസാരിക്കുന്ന കാലത്തൊരിക്കൽ വിദ്യാർത്ഥി സംഘടനകൾക്കെതിരായ അക്രമത്തെക്കുറിച്ച് പോലീസ് അതിക്രമമൊക്കെ ഉണ്ടായ ഒരു സമയത്താണെന്ന് തോന്നുന്നു, ഒരിക്കൽ പറഞ്ഞു, ഈ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും നേരെ അങ്ങനെ അക്രമം നടത്തിക്കളയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരടി കിട്ടിയാൽ 3 അടി തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള പാർട്ടിയാണ് ഇത് എന്ന്. തിരിച്ചടിക്കാനുള്ള ആൺകുട്ടികൾ ഇവിടെയുണ്ട് എന്ന് പുതിയ കാലത്തിന്റെ രാഷ്ട്രീയത്തിന് നിരക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന നേതാക്കളെ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. VSന് പക്ഷേ അതിൽ തെറ്റില്ല. VS പറയുമ്പോൾ അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. ആ തരത്തിൽ അക്രമമുണ്ടായാൽ തിരിച്ചടിക്കാൻ കഴിയുമെന്ന് VS പറയുമ്പോൾ അതിലെ രാഷ്ട്രീയ ശരികളെയല്ല, അതിലെ ആർജവത്തെയാണ് ഒരുപക്ഷെ നമ്മൾ കണ്ടതും അളന്നതും വായിച്ചതും. ആ നിലയ്ക്ക് അദ്ദേഹം പ്രസ്ഥാനത്തിന്റെ ഏതു പോഷക സംഘടനയോടും ചേർന്നു നിന്നു തന്നെയാണ് തൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയത്.